നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നടിഗർ സിനിമയുടെ റിവ്യൂമായിട്ടാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ്. ഇപ്പോൾ നടിഗർ സിനിമ രാവിലെ 11 മണിക്കത്തെ ഷോയ്ക്കാണ് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ ആ സിനിമ ടോവിനോയുടെ സിനിമ എന്ന നിലയിലും അതിലുപരി ജീൻ പോൾ ലാൽ ഡ്രൈവിംഗ് ലൈസൻസ് പോലെ വലിയൊരു സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമ, ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളാൽ പിന്നെ സ്റ്റൈലിഷ് ലുക്ക്, പലതരത്തിലുള്ള ലുക്ക് കൊണ്ടും ടീസറിലും ട്രെയിലറിലും ഒക്കെ നമ്മളെ ഞെട്ടിച്ച ടോവിനോയുടെ സിനിമ എന്ന പ്രത്യേകത കൊണ്ട് നമ്മൾ വളരെ കാത്തിരുന്നൊരു സിനിമയായിരുന്നു നടിഗർ സിനിമ. പ്രതീക്ഷിച്ചതുപോലെ സിനിമയുടെ ഒരു ആദ്യത്തെ ഒരു കുറച്ച് മിനിറ്റുകളൊക്കെ ഇങ്ങനെ ഒരു നമുക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ തന്ന് നമുക്ക് സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്ക് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒരു സിനിമയ്ക്കുള്ളിലെ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് അല്ലെങ്കിൽ ആ ടീസറിലൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരു നടൻ്റേതായ ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവനല്ലാതെ അവൻ്റെ അഭിനയ പാണ്ഡവത്തിൽ ഉണ്ടാകുന്ന കുറേയധികം മിസ്റ്റേക്കുകൾ തിരുക്കാനായിട്ട് നടനെ പഠിക്കാനായിട്ട് ഒരാളുടെ അടുത്ത് ഇരിക്കുകയും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ വലിയ ഗുണമില്ലാതെ ഒരു ആവറേജ് അനുഭവം മാത്രമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലാഗൊക്കെ വന്നിട്ട് ചെറിയ ബുദ്ധിമുട്ട്. ആ കൃത്യം ഒരു മണിക്കൂറേ ഉള്ളൂ ഫസ്റ്റ് ഹാഫ്. പക്ഷേ ആ ഫസ്റ്റ് ഹാഫ് തന്നെ നമുക്ക് ലാഗും ഉണ്ട്, ചെറിയ ബുദ്ധിമുട്ടും, വലിയൊരു എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നൊരവസ്ഥയാണ്. സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിങ്ങിലൊക്കെ കൊണ്ട് തരുന്നുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ എന്തായിരുന്നു ആവറേജ് നിലവാരം മാത്രം തോന്നിയ രീതിയിൽ സെക്കൻഡ് ഹാഫും പോകുന്നൊരു കാഴ്ചയായിരുന്നു നമുക്ക് സെക്കൻഡ് ഹാഫിൽ അനുഭവപ്പെട്ടത്. ഇങ്ങനെ സിനിമയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും സിനിമയിൽ ഒരു അഭിനയത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് സംഭവ വികാസങ്ങളൊക്കെ കാണിക്കുന്നു. അതൊക്കെ ഓക്കെയാണ്. കുറേ അധികം ടെക്നിക്കൽ വശങ്ങൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കോമഡി വർക്കൗട്ട് ആകുന്നുണ്ട്. ഒരു സ്റ്റണ്ട് ഉണ്ട്. എന്തിനു വേണ്ടി ആ സ്റ്റണ്ട് നടന്നതെന്ന് ഇപ്പോഴും എനിക്ക് ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല. നല്ലൊരു സ്റ്റണ്ട്, നല്ല രസകരമായിട്ട് കോമഡി രൂപത്തിലൊക്കെ കൊള്ളാമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റണ്ട് എന്തിനു നടന്നു? ഏതോ ഒരു ഉണ്ണൂണി പറഞ്ഞിട്ട് ഉള്ള സ്റ്റണ്ടെന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള സ്റ്റണ്ടായിപ്പോയി. ഒരു നല്ല സ്റ്റണ്ടൊക്കെയാണ്, പക്ഷേ എന്തിനു വേണ്ടിയോ ഏതിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ കുറേ അധികം രംഗങ്ങൾ അവിടിവിടങ്ങളായിട്ട് നമ്മൾ മലയാളി ഫ്രം ഇന്ത്യ സിനിമ കണ്ടപ്പം അവിടിവിടങ്ങളിലായിട്ട് കുറേ അധികം ഇമോഷണൽ ടച്ചും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടെന്ന് പറഞ്ഞതുപോലെ ഈ സിനിമയിലും ഇമോഷണലി നമുക്ക് ടച്ച് ആകുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കുഴപ്പമില്ലാതെ പോയി. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കോമഡികൾ വർക്കൗട്ട് ആവുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ടോവിനോ തോമസിൻ്റെ വെറൈറ്റി ലുക്കുകൾ കൊണ്ട് അദ്ദേഹം തന്നെ ട്രോളുന്ന തരത്തിലും അപാര ലുക്ക് കാരണം നമുക്ക് ഒരു നല്ലൊരു ഫീലിംഗ് ഇങ്ങനെ ഉണ്ടാക്കി തരുന്നുണ്ടെന്നല്ലാതെ പക്ഷെ സിനിമ മൊത്തത്തിൽ നോക്കുമ്പം ആസ്വാദനത്തെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു ആവറേജ് സിനിമയായിട്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അവസാനമൊക്കെ ആകുമ്പോഴത്തേന് സിനിമയുടെ ഒരു ഗതി മാറിയിട്ട് വേറൊരു എക്സ്ട്രീം ലെവൽ സാധനമൊക്കെ കിട്ടുമെന്ന് ക്ലൈമാക്സിലെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെയും നമുക്ക് നിരാശ തന്നെയായിരുന്നു നൽകിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും തന്നെ ഇതിൻ്റെ ഡയറക്ടർ ജീൻ പോൾ ലാലിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം കുഴപ്പമില്ലാത്തൊരു സംഭവം കിട്ടിയെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് പ്രതീക്ഷിച്ച് ഒരു കാരണവശാലും തിയേറ്ററിൽ പോകണ്ട. പിന്നെ ഇതിൻ്റെ തിരക്കഥ നമുക്കറിയാവുന്നതാണ്. സുബിൻ ശരിക്കും പറഞ്ഞാൽ തിരക്കഥയിൽ വലിയൊരു ഫോൾട്ട് വരുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇച്ചിരി കൂടെ ഇംപ്രസീവായിട്ട് എല്ലാ തരത്തിലും എൻഗേജിങ് ആയിട്ട് ഈ 2 മണിക്കൂർ 20 മിനിറ്റേ ഉള്ളൂ. അധികം ലോങ് ടൈമൊന്നുമില്ല. ആ ഉള്ളത്രയും സമയം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ കഥ വന്നിരുന്നെങ്കിൽ ചിലപ്പം ഈ സിനിമ വേറൊരു ലെവലിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ മ്യൂസിക് ആവട്ടെ ഗാരിയും പിന്നെ അതുകൂടാതെ നേഹ എസ് നായർ, ഇവർ രണ്ടുപേരും കൂടാണ് മ്യൂസിക്. കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് മാത്രമേ നമുക്ക് അനുഭവം മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടിയുള്ളൂ. പക്ഷേ ഒരു പാട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു പാട്ട് നമുക്ക് കിട്ടി. ടോവിനോ തോമസ് ആണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ബാലു വർഗീസ് അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സോബിൻ ഷാഹിർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി നല്ല അഭിനയമായിട്ട് തോന്നി. പക്ഷേ കുറച്ചുകൂടെയൊക്കെ ഒരു ഇമ്പാക്റ്റ് സോബിൻ ഷാഹിറിന് കൊടുക്കാൻ പറ്റുന്ന സ്കോപ്പുകളൊക്കെ ആ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഒരു ഇമോഷണൽ കാര്യങ്ങളൊക്കെ വരുമ്പം മാത്രം സ്കോർ ചെയ്ത് നിൽക്കുകയും മൊത്തത്തിൽ നോക്കുമ്പം അത്ര പോരാ എന്നുള്ള രീതിയിലേക്കും സോബിൻ ഷാഹിറിൻ്റെ അഭിനയം മാറി. പിന്നെ ഭാവന എന്തിനോ വേണ്ടി കൊണ്ടുവന്നു, അവിടെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും തന്നെ ഭാവനയ്ക്കും ചെയ്യാനില്ലായിരുന്നു. സുരേഷ് കൃഷ്ണയും രഞ്ജിത്ത് അത്യാവശ്യം 1-2 ഷോട്ടേ ഉള്ളതിലും കുഴപ്പമില്ലാതെ അഭിനയിച്ച് അല്ലെങ്കിൽ ആ ഒരു അഭിനയം നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. സുരേഷ് കൃഷ്ണ
ഡ്രൈവിംഗ് ലൈസൻസിൽ വെച്ചതുപോലെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ചുമ്മാ ഒരാളെ കൊണ്ടുവെക്കണമല്ലോ, അതിന് വേണ്ടി കൊണ്ടുവച്ചതുപോലെയൊക്കെയാണ് തോന്നിയത്. എന്തായാലും മൊത്തത്തിൽ ജഗ പുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ആവേശം സിനിമയ്ക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. കാരണം മലയാളി ഫ്രം ഇന്ത്യ ആയാലും ഈ സിനിമയായാലും ഒരു ആവറേജ് സിനിമയായിട്ട് മാത്രമേ മലയാളി പ്രേക്ഷകരെന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആവേശം സിനിമയ്ക്ക് ഒരാഴ്ചയും കൂടെ അല്ലെങ്കിൽ 2 ആഴ്ചയും കൂടെ ലോങ് റണ്ണിനുള്ള സാധ്യത ഈ സിനിമകളുടെ വലിയൊരു ഹൈപ്പിനൊത്തുള്ള ഒരു പ്രകടനം കിട്ടാത്തത് കൊണ്ട് ആവേശം സിനിമയ്ക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തന്നെ നടികർ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം കമൻ്റായിട്ട് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കുടുംബമായിട്ട് പോയി കാണുന്നവരൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോയി കാണുന്നതായിരിക്കും നല്ലത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ബൈ ബൈ.